ഹായ് ഓൾ, ഞാൻ ഡോക്ടർ ബിനിത, ടൂത്ത്ലെസ് ഫാമിലി ഡെന്റൽ ക്ലിനിക്. സ്മൈൽ മോർണിംഗ് ടു എവരിവൺ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുട്ടികളിൽ വരുന്ന പനി, ചുമ, ജലദോഷം ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് പറഞ്ഞു തരാമെന്ന്. ഒബ്വിയസ്ലി നമ്മളെ കുഞ്ഞുങ്ങള് സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന സമയത്താണ് പൊതുവെ കാണാറ്, അല്ലേ? അപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടി എന്നൊക്കെയാണ് പറയാം. നമ്മളെ കുഞ്ഞിനെ ആ ക്ലാസ്സിൽ നമ്മൾ വേഗം അന്വേഷിക്കും, ക്ലാസ്സിൽ മറ്റു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ മൂത്ത കുഞ്ഞുങ്ങൾക്ക് ഉണ്ടോ, അതുപോലെ കുട്ടി തണുപ്പ് കഴിച്ചോ, എന്താ മറ്റു കാരണങ്ങളെ കൊണ്ട് നമ്മൾ അന്വേഷിച്ച് നടക്കും. വൈറൽ ഫീവർ ആണോ, ഇതൊക്കെയാണ് പൊതുവെ. ക്ലൈമറ്റ് മാറിയത് കൊണ്ടാണോ? പക്ഷെ ഞാനൊന്ന് പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞിന്റെ വായില് രണ്ടിൽ കൂടുതൽ പല്ലുകള് കൂടുതലായി കേടുകൾ ബാധിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് കൂടെ കൂടെ തൊണ്ടവേദനയും ജലദോഷവും പനിയും ചുമയും വരാനുള്ള കാരണം. ഇതേ ബാക്ടീരിയാസ് നമ്മുടെ വായിൽ പെരുകുന്നതിന് കാരണം ഈ ഇൻഫെക്ഷൻ ആണ് ഫരഞ്ചൈറ്റിസ്, ലറിഞ്ചൈറ്റിസ്, അതേപോലെ തന്നെ ടോൺസിലൈറ്റിസ് എന്നുള്ള അവസ്ഥയിൽ ഒക്കെ മാറി വരുന്നത്. ഇങ്ങനത്തെ കുട്ടികൾക്ക് ചെവി വേദന വരാറുണ്ട്, പല്ലുവേദന വരാറുണ്ട്, അതേപോലെ നല്ല പനിയായിരിക്കും, നല്ല നീര് വരും, ഫുഡ് കഴിക്കാൻ കഴിയില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, മാസത്തിൽ ഒരിക്കൽ എന്തായാലും പനിച്ചിരിക്കും കുട്ടികൾക്ക്. അതിന്റെ ഭാഗമായിട്ടുള്ള സിംറ്റംസ് ചുമ, ജലദോഷം ഇവ ഒരു 2-3 ആഴ്ചയോളം നിൽക്കും. അതിനുശേഷം കുട്ടി ഒരാഴ്ചത്തോളം ഹെൽത്തി ആയിട്ട് സ്കൂളിൽ പോകും, തിരികെ വരും, വീണ്ടും ഇതേ അവസ്ഥയായിരിക്കും. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ഇതിന്റെ ഒരു മെയിൻ റീസൺ നിങ്ങളുടെ കുട്ടികളുടെ വായിൽ പല്ലിന് കേടുണ്ടെങ്കിൽ അത് തന്നെയാണ്. ഓക്കെ, നമ്മൾ മറ്റ് ക്ലൈമറ്റ്, തണുപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ തിരഞ്ഞു പോകുന്നതിനേക്കാളും നിങ്ങൾ ശ്രദ്ധിക്കുക. അധികം പീഡിയാട്രീഷ്യൻസും ഒരു 3-4 വിസിറ്റ് കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആന്റിബയോട്ടിക്സും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം അവരെ ഡെന്റിസ്റ്റിന്റെ അടുത്തേക്കാണ് പറഞ്ഞു വിടാറ്. കാരണം നമ്മൾ ഇത് എൻകൗണ്ടർ ചെയ്യാറുണ്ട്. ഈ കുട്ടികളുടെ പല്ല് കേടുകൂടാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻ കേസ് ഇനിയിപ്പോൾ കേട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ കേടുകളെ നമുക്ക് അടച്ചു വെക്കാൻ കഴിയും. പല്ല് പോകേണ്ടതാണല്ലോ എന്ന് കരുതി അതിനെ കാര്യമാക്കാതെ വേദന വരുമ്പോൾ ഉപ്പുവെള്ളം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പാരൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നു, ശാസ്ത്രം ഒരുപാട് വളർന്നു. ഏത് സ്റ്റേജിലുള്ള പല്ല് കേടുകളെയും നമുക്ക് ചികിത്സിക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ കുട്ടികളുടെ ബ്രെയിൻ ഗ്രോത്ത്, ശാരീരികമായ വളർച്ച ഇതെല്ലാം നടക്കുന്നത് 7 വയസ്സ് വരെയാണ്. ഈ സമയ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ പോഷകമൂല്യമുള്ള ഭക്ഷണം അവർക്ക് ചവച്ചരച്ച് നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പാകത്തിന് അവർ കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവർക്ക് ഓർമ്മക്കുറവ്, ബുദ്ധിക്കുറവ്, അതേപോലെ തന്നെ ഒരു ഉത്സാഹക്കുറവ്, ഒരു മന്ദത, അങ്ങനത്തെ പല കാര്യങ്ങളും, വേണ്ടാത്ത വാശികള്, ശാഠ്യങ്ങള് ഇതെല്ലാം കാണാറുണ്ട്. അത് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്, അവർ കഴിക്കുന്നുണ്ട്, അവർ ചവച്ചരച്ചാണോ കഴിക്കുന്നത്? ചവച്ചരച്ചാതെ അവർ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ പോഷകം ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അത് അബ്സോർബ് ചെയ്യപ്പെടില്ല. അത് അങ്ങനെ തന്നെ അവര് വിസർജ്യമായിട്ട് പോവുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പല്ലുകളുടെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ പല്ലുകള് കേടുകൂടാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഒന്ന്, അതെങ്ങനെ ബ്രഷ് ചെയ്ത് എങ്ങനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടാമത്, ഇനി കേട് തുടങ്ങിയാൽ അത് ഐഡന്റിഫൈ ചെയ്യാം. ബ്രൗൺ കളറിൽ കാണുന്ന കേടുകൾ, വൈറ്റ് കളറിൽ കാണുന്ന കളർ ചേഞ്ചുകൾ, അത് കാണുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡെന്റിസ്റ്റിനെ കാണാം. അതിനുശേഷം എന്താണോ ട്രീറ്റ്മെന്റ് ഡെന്റിസ്റ്റ് പറയുന്നത് അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. മനസ്സിൽ ഒരിക്കലും വെക്കരുത് ഇത് പോകാനുള്ള പല്ലുകളാണ്. ശരിയാണ്, ഇത് പോകാനുള്ള പല്ലുകളാണ്. 12-13 വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ വായില് ഫങ്ഷണലി വേണ്ടത്, അതായത് അവർക്ക് ആവശ്യത്തിന് ചവച്ചരയ്ക്കാൻ വേണ്ട അണപ്പല്ലുകളാണ് കേടായിട്ടിരിക്കുന്നതെങ്കിൽ അവർക്ക് കൃത്യമായി ചവച്ചരയ്ക്കാൻ കഴിയില്ല. ഒരു ഭാഗത്ത് ചവയ്ക്കില്ല, അടുത്ത ഭാഗത്ത് കേടുണ്ട്, 2 ഭാഗവും ചവയ്ക്കാതെ കുട്ടികൾ ഇറക്കുന്നൊരു ടെൻഡൻസി വരും. ആ കുട്ടികൾക്ക് എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഫുഡുകൾ പകുതി അവർ കഴിക്കില്ല, അവർക്ക് കഴിക്കാൻ കഴിയില്ല, അവർ വേണ്ട എന്ന് പറയും. നിങ്ങളുടെ കുട്ടികൾ ഒരുപാട് ചോക്ലേറ്റ്സോ മധുരം കഴിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ പല്ല് കേട് കൂടുന്ന സമയത്ത് അവർ തന്നെ അത് നിർത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ വായി തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ആ മധുരം അവർക്ക് കഴിക്കാൻ കഴിയുന്നില്ല, മധുരം ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ അവർക്ക് വേദനയാകുന്നുണ്ട്. ഇങ്ങനത്തെ കണ്ടീഷൻസിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് കുട്ടി ആ ശീലം നിർത്തുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം കുട്ടീനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ്. നിങ്ങൾ കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് കൊടുക്കണ്ടെന്നോ ബേക്കറി ഐറ്റംസ് കൊടുക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല. അതിനുശേഷം കൃത്യമായി ബ്രഷ് ചെയ്യാനും വായ ക്ലീൻ ചെയ്യാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക.
ശ്രദ്ധിക്കുക, കുട്ടികളെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെയാണ്. കാരണം ഇപ്പൊ നമ്മളുടെ സോഷ്യൽ മീഡിയാസിലും നവമാധ്യമങ്ങളിലും എല്ലാം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പല്ല് കേടുവരുന്നത് എങ്ങനെയോ എന്നുള്ള ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഇത് കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുക. അനിമേറ്റഡ് വീഡിയോസ് കാണുമ്പോൾ നമ്മളെക്കാളേറെ അതിൽ നിന്ന് ലേണിങ്സ് എടുക്കാനുള്ള കഴിവ് കുഞ്ഞുങ്ങൾക്കുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് കേടുവരുന്നത്? കീടാണുക്കൾ എന്നാണ് പറയാ. നമ്മളടുത്ത് കീടാണുവിനെ പിടിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈ കീടാണു, ഈ ബാക്ടീരിയ എന്താന്നൊക്കെ ഇപ്പൊ അവർക്ക് അറിയാം. നമ്മൾ ഇപ്പോഴാണ് കേട്ട് തുടങ്ങുന്നതെങ്കിൽ അവർ കുഞ്ഞു പ്രായത്തിൽ ഇത് കേട്ടിട്ടാണ് വളരുന്നത്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇതെല്ലാം കാണിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ കാണിച്ച് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ച് കുഞ്ഞുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് ഞാൻ പറയുകയാണെങ്കിൽ, ദന്ത സംരക്ഷണം എന്നുള്ളത് സ്കൂളുകളിലെ ഒരു മെയിൻ ടോപ്പിക് ആക്കേണ്ടതാണ്. അപ്പം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ അറിവ് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാണ് പല്ല് കേട് വരുന്നത്, കേട് വരാതിരിക്കാൻ എന്ത് ചെയ്യണം, എങ്ങനെ മിഠായി കഴിക്കണം, എങ്ങനെ ചോക്ലേറ്റ്സ് കഴിക്കണം, എങ്ങനെ ബിസ്ക്കറ്റ് കഴിക്കാം, കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതെല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വായിൽ കേട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് അത് അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. കേട് കൂടുതലാണെങ്കിൽ നിങ്ങളിത് ചെയ്യണം. ഡെന്റിസ്റ്റ് പറയുന്ന റൂട്ട് കനാൽ ചികിത്സ അല്ലെങ്കിൽ എപ്പെക്സോജനസിസ്, എപ്പെക്സിഫിക്കേഷൻ, ഇങ്ങനെ ഒരുപാട് ടേംസ് നമ്മൾ പറയാറുണ്ട്. ഇതെല്ലാം ചെയ്യാനും കുട്ടികളുടെ പല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ക്രൗൺ ഇടാനായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഡെന്റിസ്റ്റുകൾ വെറുതെ പൈസ ഉണ്ടാക്കാൻ പറയാം എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. അതല്ല, കുട്ടികൾക്ക് ഫങ്ഷനലി ചവയ്ക്കാൻ പാകത്തിന് പല്ലിനെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അവരിടുന്ന ക്രൗണുകളുടെ പ്രത്യേകത. അപ്പം നിങ്ങളിതെല്ലാം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി കൂടുതൽ പനിയും കാര്യങ്ങളും വരുമ്പോൾ നിങ്ങളവരെ വായ കൂടി തുറന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. അവർക്ക് ബ്രഷിങ് ശീലമാക്കുക. നിങ്ങൾ ബ്രഷ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അവർ നിങ്ങളെയാണ് റോൾ മോഡൽ ആക്കുന്നത്. നിങ്ങൾ എത്രത്തോളം പല്ലിനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവരെ അറിയുമ്പോൾ അവർക്കും മനസ്സിലാവും ഇത് ഞാൻ ശ്രദ്ധിക്കേണ്ടതാണ്, ഞാൻ നോക്കേണ്ടതാണ്. അപ്പം ഹെൽത്തി ഫാമിലി ആയിട്ടിരിക്കുക, ഹെൽത്തി സ്മൈൽ ആയിട്ടിരിക്കുക. താങ്ക് യു ഓൾ.